പ്രതിസന്ധി നേരിടുന്ന കാർഷിക മേഖലയിൽ പിടിച്ചു നിൽക്കാൻ നിരവധി പരീക്ഷണങ്ങൾ നടത്തുന്നവരാണ് ഇടുക്കിയിലെ കർഷകർ. അത്തരത്തിൽ വ്യത്യസ്തമായ കൃഷിരീതി കൊണ്ട് ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് ഇടുക്കി രാജാക്കാട് സ്വദേശി കൃഷ്ണൻ കണ്ടമംഗലത്ത്. എല്ലാവരും ഏത്തവാഴയും പാവലും മാത്രം കൃഷി ഇറക്കുമ്പോൾ കൃഷ്ണൻ ഇവയ്ക്ക് ഇടവിളയായി 56ലധികം പച്ചക്കറികളാണ് പരിപാലിക്കുന്നത്. കാണാം കൃഷ്ണൻ ചേട്ടന്റെ ആ വ്യത്യസ്ത കൃഷിയിടം. നെൽകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതോടെയാണ് ഹൈറേഞ്ചിലെ കർഷകർ പാടശേഖരങ്ങളിൽ കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള തന്നാണ്ട് വിളകൾ നട്ടുപരിപാലിക്കാൻ തുടങ്ങിയത്. എന്നാൽ വിളവെടുപ്പ് സമയത്തുണ്ടാകുന്ന വിലയിടിവ് വാഴ, പാവൽ തുടങ്ങിയ കൃഷികൾക്കും പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒട്ടും സ്ഥലം പാഴാക്കാതെയുള്ള ഇടവിള കൃഷിയുമായി കൃഷ്ണൻ കണ്ടമംഗലത്ത് രംഗത്തെത്തിയത്. വാഴക്കിടവിളയായി മെയ്സ്, പയർ, ബീൻസ്, ലെച്ചൂസ്, ഇലക്കോവീസ്, കോളിഫ്ലവർ അങ്ങനെ നീളുന്നു. ഇനി പാവൽ തോട്ടത്തിലേക്ക് എത്തിയാൽ സമൃദ്ധമായി വിളയുന്നത് ചൈനീസ് കാബേജും ചീരയും തക്കാളിയും ഒക്കെയാണ്. ഒപ്പം ജമന്തി കൃഷിയും പാവൽ തോട്ടത്തിൽ സജീവം. ഇടുക്കി ജില്ലയിലെ വട്ടവട, മറയൂർ, കാന്തല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ഇത്തരം പച്ചക്കറികളുടെ കൃഷി. ഇവിടം കഴിഞ്ഞാൽ ഇത്രയും വിപുലമായി നടത്തുന്ന ജില്ലയിലെ ഏക കർഷകൻ കൂടിയാണ് കൃഷ്ണൻ കണ്ടമംഗലം. കൃഷി ഏതെങ്കിലും ഒരു ചെറിയ ഇടത്ത് മാത്രമല്ല. 2000 ഏത്തവാഴകൾ, 2.5 ഏക്കർ പാവൽ തോട്ടം, 2 ഏക്കറോളം കപ്പ കൃഷി, ശീതകാല പച്ചക്കറികൾ മാത്രം 1.5 ഏക്കറിൽ. ഇതുകൂടാതെ ചേന, ചേമ്പ് അങ്ങനെ ആകെ കൂട്ടിയാൽ 8 ഏക്കറോളം സ്ഥലത്താണ് കൃഷ്ണൻ ചേട്ടന്റെ കൃഷി. നാൽപ്പത്തിയഞ്ച് വർഷമായി ഞങ്ങൾ കാർഷിക മേഖലയിൽ 56 ഇനം പച്ചക്കറികളാണ് നമ്മൾ. കഴിഞ്ഞ വർഷം 96 ഇനം, ഈ വർഷം അത് 56 വിപുലീകരിച്ച് കൃഷിയുടെ എണ്ണം കൂട്ടി. ഇപ്പോൾ മൊത്തം 6 ഏക്കർ സ്ഥലം പച്ചക്കറി തന്നെയാണ്, ജൈവ കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ വാഴ 2000 ഉണ്ട്, കപ്പ 1.5 ഏക്കറിനടുത്തുണ്ട്. നമ്മൾ 6 മണിക്ക് പോന്നാൽ വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും കയറിപ്പോകും. കൃഷ്ണന് കട്ട സപ്പോർട്ടുമായി ഒപ്പമുള്ളത് ഭാര്യ രാധയാണ്. രാവിലെ 6 മണിക്ക് കൃഷിയിടത്തിലെത്തിയാൽ വൈകിട്ട് 6 മണിക്കാണ് തിരിച്ചു മടക്കം. വ്യത്യസ്തമായ കൃഷിരീതിക്കൊപ്പം കഠിനമായ പരിശ്രമം കൂടി വേണമെന്നാണ് ഇവരുടെ അഭിപ്രായം. ഇടവിള കൃഷി പരിപാലനത്തിലൂടെ കിട്ടുന്ന വിളവിൽ നിന്നും കൃഷി പരിപാലനത്തിനുള്ള മുഴുവൻ തുകയും കണ്ടെത്താനാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ അന്നേരം കൃഷിയിൽ ഇടവിള കൃഷി ചെയ്യും. ഇടവിളയിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് നമ്മൾ ആ കൃഷി കൊണ്ടുപോകുന്നു. പിന്നെ ഇപ്പോൾ ഒരു പണിക്കൂലി ഉണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരും അത് ചെയ്തു പോകും, ഭാര്യയും ഭർത്താവും. നമ്മൾ ആദ്യകാലം തൊട്ട് കൃഷിയിൽ നിന്നാണ് വരുന്നത്. ഈ കൃഷിയിൽ നിന്നാണ് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ തുടർന്ന് ഞങ്ങളത് ചെയ്തുകൊണ്ട് പോകുന്നു. ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി കൃഷിവകുപ്പും ഒപ്പമുണ്ട്. കൃഷിവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് വളപ്രയോഗങ്ങളും കീടപ്രതിരോധവും. അതുകൊണ്ട് തന്നെ വിഷമയമില്ലാത്ത പച്ചക്കറികൾ വിപണിയിലെത്തിക്കാനും കഴിയുന്നുണ്ട്. തോട്ടത്തിൽ നേരിട്ടെത്തി പച്ചക്കറി വാങ്ങുന്നവരും നിരവധി. സിറ്റി വിഷൻ, രാജാക്കാട്.